നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഡാലിയ. പ്രധാന വാർത്തകൾ. കാസർഗോഡ് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് മുന്നിൽ മഹിളാ മോർച്ചയുടെ ധർണാ സമരം. KST എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ KSRTC കാസർഗോഡ് ഡിപ്പോക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം. പ്രതിഷേധം സംഘടിപ്പിച്ചത് KSRTC ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട്. കാസർഗോഡ് സിവിൽ സ്റ്റേഷന് മുന്നിൽ സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും കൂട്ടധർണ. തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് 2 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമായാണ് ധർണ. കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ അവകാശ സംരക്ഷണ ജാഥയ്ക്ക് തുടക്കമായി. ജാഥ സംഘടിപ്പിക്കുന്നത് അംഗീകൃത വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കരുതെന്നാവശ്യപ്പെട്ട്. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വ്യാപാര ഭവന് മുന്നിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷ്യസാധനങ്ങൾ പിടിച്ചെടുത്തു. മൊഗ്രാൻ സ്പോർട്സ് ക്ലബ്ബ് 100ാം വാർഷികത്തിന്റെ നിറവിൽ. വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് ക്ലബ്ബ് പ്രവർത്തകർ. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി. ധർണാ സമരം യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈമുനീസ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായാണ് മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തിയത്. ധർണാ സമരം യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ല രൂപീകരിച്ചതിന് ശേഷം ഇങ്ങോട്ട് കാസർഗോഡ് നഗരസഭയിൽ വ്യാപകമായി ഇന്നും നൂറുകണക്കിന് പാവപ്പെട്ടവർ, അധസ്ഥിത വർഗങ്ങൾ, ഇവരൊക്കെ തന്നെ ഒരു നേരത്തെ അന്തിയുറങ്ങുവാനുള്ള വകയില്ലാതെ ചെറിയ ചെറ്റക്കുടിലുകളിലൊക്കെ താമസിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ നഗരസഭയിൽ ഇതേ മുസ്ലിം ലീഗിന്റെ ഭരണ നേതാക്കന്മാരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ ഗൃഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഭവന നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ അഴിമതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീലത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ സവിത ടീച്ചർ, ശങ്കര JP നഗർ, KT ജയറാം, അനിത R നായിക്, പ്രേമ കടപ്പുറം, വീണ ഷെട്ടി, ഉമാ കടപ്പുറം തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 3 KSRTC ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായി കാസർഗോഡ് ഡിപ്പോ പരിസരത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. KST എംപ്ലോയീസ് സംഘ് കാസർഗോഡ് ഡിപ്പോ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. KSRTCയിലെ ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി നൽകുക, സർക്കാർ നയങ്ങൾ മൂലം തകർന്ന KSRTCയെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റാക്കുക, KSRTCയുടെ കടബാധ്യതകൾ ഗവൺമെന്റ് ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KST എംപ്ലോയീസ് സംഘ് കാസർഗോഡ് ഡിപ്പോ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഡിപ്പോ പരിസരത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ഫെബ്രുവരി 3 ഇത് സംബന്ധിച്ച് നടക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായായിരുന്നു പ്രകടനം. പ്രകടനത്തിന് KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി NCT ഗോപിനാഥൻ, BMS ജില്ലാ സെക്രട്ടറി KA ശ്രീനിവാസൻ, KST എംപ്ലോയീസ് സംഘ് ജില്ലാ പ്രസിഡന്റ് M ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജീവനക്കാർക്ക് തേനും പാലും ഒഴുക്കുമെന്ന് പറഞ്ഞു നടന്ന അവരുടെ വോട്ട് വാങ്ങുകയും അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ തൊഴിലാളികളുടെയും പിച്ചച്ചട്ടി കൈയിട്ട് വാരിക്കൊണ്ട് അവരുടെ അധികാരമില്ലാതെ അവരുടെ ശമ്പളത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റി ഇന്ന് സുഖ ജീവിതം നയിക്കുന്ന CITന്റെ നേതാക്കളടക്കം ഇന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവര് ഈ ഇടതുപക്ഷ സർക്കാരിന് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇന്ന് നമുക്കറിയാം, നമ്മുടെ തെക്കൻ മേഖലകളിലെല്ലാം ഡിപ്പോകളിലെല്ലാം ഇന്ന് CITയിൽ നിന്നുള്ള നേതാക്കൾ പോലും ഇന്ന് BMSലേക്ക് അണിനിരക്കുന്ന ഒരു കാലാവസ്ഥയാണെന്ന് കാണാൻ പോകുന്നത്. FSCTO കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും കൂട്ടധർണ സംഘടിപ്പിച്ചു. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. അഖിലേന്ത്യാ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷൻ മാർച്ച് 2 നടത്താനിരിക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ കൂട്ടധർണ സംഘടിപ്പിച്ചത്. ദേശീയ പെൻഷൻ പദ്ധതി പിൻവലിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, വിലക്കയറ്റം തടയുക, ഒഴിവുള്ള തസ്തികകൾ നികത്തുക തുടങ്ങി 10 ആവശ്യങ്ങൾ ഉയർത്തിയാണ് ധർണ സംഘടിപ്പിച്ചത്.
വിദ്യാനഗർ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന കൂട്ടധർണ NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വളരെ കൃത്യമായിട്ട് കേന്ദ്ര ഭരണാധികാരികൾ നിശ്ചയിച്ചുറപ്പിച്ച അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി എത്രയും വേഗം സ്വകാര്യ കുത്തക കോർപ്പറേറ്റ് കമ്പനികൾ പുറപ്പെടുവിച്ചിരിക്കുന്ന തിട്ടൂരങ്ങൾ എത്ര വേഗം നടപ്പിലാക്കണോ അത്രയും വേഗം നടപ്പിലാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഒരു പാർലമെൻ്റ് അംഗം മരിച്ച വിവരം, അതും പാർലമെൻറ്റിൽ വെച്ച് മരിച്ച വിവരം പുറത്തുവിടാതെ അവരുടെ കുടുംബക്കാരെ മക്കളെ പോലും ആ ശരീരം കാണിക്കാതെ ഗൂഢമായി അത് മറച്ചുവെച്ച് പാർലമെൻറ്റിൽ ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. TP ഉഷ അധ്യക്ഷത വഹിച്ചു. A പവിത്രൻ, V ചന്ദ്രൻ, C ജനാർദ്ദൻ, A ശാന്തകുമാരി, K രവീന്ദ്രൻ, VR രാജു, മൊയ്തീൻ, M ചന്ദ്രശേഖരൻ, വിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. KRSMA അവകാശ സംരക്ഷണ ജാഥയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അംഗീകൃത വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. കേരള സർക്കാരിൻ്റെ അംഗീകാരത്തോടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അംഗീകൃത വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കരുതെന്നാവശ്യപ്പെട്ടാണ് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ അവകാശ സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ BK ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ അവകാശ സംരക്ഷണ ജാഥ എന്ന് പറയുന്നത് ഈ മാനേജർമാരുടെ സ്വകാര്യ കാര്യമല്ല. നമ്മുടെ വിദ്യാലയങ്ങളെ സംരക്ഷിക്കുക, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന നല്ല വിദ്യാഭ്യാസം തുടർന്നു നൽകാനുള്ള അവസരം ഉണ്ടാക്കുക. എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകണമെന്നുള്ള എൻ്റെ മൗലികാവകാശത്തിന് തടയിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് എതിര് നിൽക്കുന്നു. ഈ സ്കൂളുകൾ നിലനിൽക്കാതിരുന്നാൽ എത്ര 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 അധ്യാപകരാണ് അവരുടെ ഉപജീവനമാർഗം ഉപേക്ഷിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊരു പൊതു ആവശ്യമാണ്, സമൂഹത്തിൻ്റെ ഒരു പൊതു ആവശ്യമാണ്. ആ പൊതു ആവശ്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു വലിയ ഉദ്യമമാണ് ഈ വാഹന പ്രചരണ ജാഥ. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം രാഘവ ചേരാൾ, ജാഥ ക്യാപ്റ്റൻ മുജീബ് പുളക്കൽ, കോർഡിനേറ്റർ RM ബഷീർ, N സജീവൻ, KV മൂസക്കുട്ടി മാസ്റ്റർ, സുലൈമാൻ ചെറുവത്തൂർ, രാഗനാഥ ഷേണായി തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. വ്യാപാര ഭവനം മുൻവശത്തെ ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവന മുൻവശത്തെ ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങൾ പിടിച്ചെടുക്കുകയുണ്ടായി. പഴകിയ ഇറച്ചിയും പിടിച്ചെടുത്തവയിൽപ്പെടും. നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ അജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. മൊഗ്രാൽ സ്കൂൾ മൈതാനിയിൽ വീണ്ടും കാൽപന്ത് കളിയുടെ ആരവം. 1918 പിറവികൊണ്ട മൊഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ് 100ന്റെ നിറവിൽ. 100ാം വാർഷികാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൂപ്പർ കപ്പ് 2017 ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേളയ്ക്ക് ഫെബ്രുവരി 3-ന് മൊഗ്രാൽ സ്കൂൾ മൈതാനിയിൽ തുടക്കം കുറിക്കുന്നതെന്നും ഉദ്ഘാടന വേളയിൽ കലാ, സാമൂഹ്യ, സാംസ്കാരിക, കായിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇത് 3 ദിവസം ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് കളി നടത്തുന്നത്. ഇതിൽ ISL താരങ്ങളായ മുഹമ്മദ് റാഫി, ആഷിഫ് കോട്ടയിൽ, NC പ്രദീപ് ഇവരെല്ലാം ഓരോ ടീമിന് വേണ്ടി പങ്കെടുക്കുന്നുണ്ട്. ബിജുകുമാർ, സാൽഗോ കർഗോവൻ്റെ 7ഓളം സന്തോഷ് ട്രോഫി താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഒരു ഐക്കൺ പ്ലെയറും 3 ഗസ്റ്റ് പ്ലെയറും 3 നമ്മുടെ ക്ലബിൻ്റെ പ്ലെയറുമായിട്ടാണ്. 100 വർഷം പിന്നിടുമ്പോഴും മൊഗ്രാൽ കാൽപന്തുകളിയുടെ ഈറ്റില്ലമായി തന്നെ തുടരുന്നുവെന്നത് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന നാട്ടുകാരുടെ കൂട്ടായ്മയുടെ വിജയം കൊണ്ടാണെന്നും അത് പ്രദേശവാസികളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. വാർത്താസമ്മേളനത്തിൽ അൻവർ അഹമ്മദ്, ആസിഫ് ഇക്ബാൽ, റിയാസ് മൊഗ്രാൽ, മുഹമ്മദ് HA ഖാലിദ്, അഷ്റഫ് ഷെരീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. KPSTA-യുടെ പ്രഥമ റവന്യൂ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 4-5 തീയതികളിലായി രവി മാസ്റ്റർ നഗർ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ദേശീയബോധവും ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങളും മാനവികതയും സംയോജിച്ച് രൂപീകൃതമായ അധ്യാപക പ്രസ്ഥാനമാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ. KPSTA-യുടെ പ്രഥമ കാസർഗോഡ് റവന്യൂ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 4-5 തീയതികളിലായി രവി മാസ്റ്റർ നഗർ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ സമ്മേളനം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിലും, വനിതാ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി സുമാ ബാലകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമ്മേളനം കേരളത്തിൻ്റെ KPCCയുടെ ഒറിജിനൽ ജനറൽ സെക്രട്ടറി ശ്രീ PC വിഷ്ണുനാഥാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വനിതാ സമ്മേളനം KPCC സെക്രട്ടറി സുമാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നു. അതിനുശേഷം 500-ലധികം അധ്യാപകന്മാർ പങ്കെടുക്കുന്ന വമ്പിച്ച പ്രകടനത്തിന് കാസർഗോഡ് സാക്ഷ്യം വഹിക്കുകയാണ്. കേരളത്തിലെ എയ്ഡഡ് മേഖലയിലെയും ഗവൺമെൻറ് മേഖലയിലെയും അധ്യാപക സംഘടനകൾ 2 സംഘടനകൾ ലയിച്ച് ഒന്നായ ശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു സമ്മേളനം എന്നതുകൊണ്ട് തന്നെ ഇതിന് ഏറെ പ്രാധാന്യം ഞങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ N കേശവപ്രസാദ്, PK ചന്ദ്രശേഖരൻ, KO രാജീവൻ, സുനിൽകുമാർ, സുരേന്ദ്രൻ ചിമ്മേനി തുടങ്ങിയവർ സംബന്ധിച്ചു. സുന്നി യുവജന സംഘം മംഗൽപാടി പഞ്ചായത്തിൽ ഫെബ്രുവരി 15-ന് ആദർശ സമ്മേളനം സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മംഗൽപാടി പഞ്ചായത്തിൽ സുന്നി യുവജന സംഘം സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനത്തിനാണ് ഫെബ്രുവരി 15-ന് തുടക്കമാകുന്നത്. PM മൊയ്തുംകുഞ്ഞി ഹാജി നഗറിൽ നടക്കുന്ന ചടങ്ങ് അബ്ദുൾ റഹ്മാൻ ഹാജി ബണ്ടശാലയുടെ അധ്യക്ഷതയിൽ അലി തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2017 സുന്നി യുവജന സംഘം മംഗൽപാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2017 ഫെബ്രുവരി 15 ബുധൻ 10 മണിക്ക് സെയ്ദ് ഷഫീഖ് അലി സിയാബ് തങ്ങൾ പാണക്കാട് പതാക ഉയർത്തലോടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നു. തുടർന്ന് കൃത്യം 2 മണിക്ക് മാലസംഗമം കാവി VK അബ്ദുൾ അബൂബക്കർ മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുകയാണ്. അബ്ദുൽ മജീദ് ബാക്കവി മാലിക് ദിനാർ ഖത്തീബ് ക്ലാസ് എടുക്കും. 3:30-ന് മജ്ലിസിനൂർ സൈഖുന MA കാസിം ഉസ്താദിന്റെ നേതൃത്വത്തിൽ മജ്ലിസിനൂർ നടക്കും. ചടങ്ങിൽ അബ്ദുൾ മജീദ് ബാഗവി മുഖ്യപ്രഭാഷണം നടത്തും. സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. MLA-മാരായ PB അബ്ദുൾ റസാഖ്, NA നെല്ലിക്കുന്ന്, ജില്ലാ പോലീസ് മേധാവി KG സൈമൺ, DYSP സുകുമാരൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാവും. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ റഹ്മാൻ ഹാജി ബണ്ടശാല, ഇബ്രാഹിം ഹാജി സിരിയ, മൊയ്ക്കി ഉസ്താദ്, മുഹമ്മദ് ഉപ്പളഗേറ്റ്, BP മുഹമ്മദ്, അബ്ദുൾ ഖാദർ അടുക്ക, അനീഫ ബേക്കൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. SSAയുടെ നേതൃത്വത്തിൽ വീടൊരു വിദ്യാലയം പദ്ധതിക്ക് തുടക്കമായി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ബേക്കൽ BRCയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ഏകദിന പരിശീലന ക്ലാസ് നടന്നു. പുല്ലൂർപെരിയ അജാനൂർ പഞ്ചായത്തിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ശില്പശാലയിൽ പങ്കെടുക്കാനെത്തി. പുതിയ കണ്ടം ഗവൺമെന്റ് LP സ്കൂളാണ് പരിശീലന ക്ലാസുകൾ നടന്നത്. പുല്ലൂർപെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S നായർ പരിശീലന ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നമ്മുടെ ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കുള്ള ഒരു തൊഴിൽ പരിശീലന കേന്ദ്രമാണ് പരിശീലനമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഇവിടെ സോപ്പ് ബോഡി നിർമ്മിച്ചു വരുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മളെപ്പോലെ നമ്മുടെ കുട്ടികളെ പോലെ ഒന്നിച്ച് എല്ലാവരെയും കൂട്ടത്തിൽ കളിക്കേണ്ട കുട്ടികൾക്ക് ചില കാരണങ്ങൾ കൊണ്ട് എന്തോ മറ്റുള്ള കുട്ടികളിൽ നിന്ന് ചെറിയ വ്യത്യാസം, അതാണ് നമ്മുടെ ഭിന്നശേഷിയാണ് ഉദ്ദേശിക്കുന്നത്. അവരെ മറ്റുള്ള കുട്ടികളുടെ പോലെ തന്നെ അവർക്ക് ബുദ്ധിവികാസമോ അല്ലെങ്കിൽ അതുപോലുള്ള ബാക്കിയുള്ള നടക്കാനോ അങ്ങനെയുള്ള പല ഭിന്നശേഷികളും. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ അധ്യക്ഷനായി. ജില്ലാ സാമൂഹ്യക്ഷേമ ഉപ ഓഫീസർ TS സുമ മുഖ്യാതിഥിയായി. BRC ട്രെയിനർ K ശശി, രാമചന്ദ്രൻ മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ വിജയൻ മാസ്റ്റർ, SSA ജില്ലാ പ്രോഗ്രാം ഓഫീസർ B ഗംഗാധരൻ, സീമ P, ശ്രീകല, R ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. പായസമുണ്ടാക്കാൻ അണിനിരന്നത് 30ഓളം സ്ത്രീകൾ. രുചിയും മണവും നുകർന്ന് വിധി പറയാൻ പാചക വിദഗ്ധരായ മാധവൻ നമ്പൂതിരിയും ഈശ്വരൻ നമ്പൂതിരിയും. മുഴക്കോം ഗ്രാമത്തിന് മധുരം പകർന്നത് റെഡ് സ്റ്റാർ ക്ലബിന്റെ 45-ാം വാർഷിക പരിപാടിയിൽ. ഡിസംബർ മാസത്തിൽ ആരംഭിച്ച് 2017 അവസാനിക്കുന്ന മുഴക്കോം റെഡ് സ്റ്റാർ സ്പോർട്സ് ക്ലബിന്റെ 45-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് മുഴക്കോത്ത് ഗ്രാമത്തിന് മധുരം പകർന്ന പായസ പാചക മത്സരം നടന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം PC സുബൈദ പാചക മത്സരം ഉദ്ഘാടനം ചെയ്തു. U സുമിത്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ
കെ പത്മാവതി സ്വാഗതം പറഞ്ഞു. പായസ മത്സരത്തിന് മുമ്പ് ഡോക്ടർ GK ശ്രീമയുടെ ആരോഗ്യ ക്ലാസും നടത്തിയിരുന്നു. ജീവിതശൈലി രോഗങ്ങളും ഭക്ഷണക്രമവും എന്നായിരുന്നു വിഷയം. ഗ്യാസ് അടുപ്പും പാത്രങ്ങളുമായി 30 സ്ത്രീകളാണ് പായസമുണ്ടാക്കാൻ മുഴക്കം AKG ക്ലബ്ബ് പരിസരത്ത് എത്തിയത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തെടുത്ത് രുചിക്കൂട്ടുകളും ചേർത്ത് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ 30 പേരും പ്രഥമനുണ്ടാക്കി. പായസത്തിനാവശ്യമായ വിഭവങ്ങൾ ക്ലബ്ബ് നൽകിയിരുന്നു. പ്രസിദ്ധ പാചക വിദഗ്ധരായ മാധവൻ നമ്പൂതിരിയും ഈശ്വരൻ നമ്പൂതിരിയും പായസത്തിന്റെ രുചിയും മണവും നുകർന്ന് വിധി പറയാനെത്തിയിരുന്നു. പായസമുണ്ടാക്കുന്നത് കാണാനും നിരവധി പേരെത്തിയിരുന്നു. പ്രഥമന്റെ രുചി അറിഞ്ഞു തന്നെയാണ് അവരും മടങ്ങിയത്. SFI ഏരിയ സമ്മേളനം നീലേശ്വരത്ത് നടന്നു. DYFI ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി TP രാമകൃഷ്ണനും സംബന്ധിച്ചു. SFI നീലേശ്വരം ഏരിയ സമ്മേളനം നീലേശ്വരം അർബൻ ബാങ്ക് ഹാളിൽ DYFI ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. V ജിഷ്ണു അധ്യക്ഷനായിരുന്നു. ചൊവ്വാഴ്ച ജില്ലയിൽ നടന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണനും SFI ഏരിയ സമ്മേളന വേദിയിലെത്തി. സമ്മേളന പ്രതികളെ അഭിവാദ്യം ചെയ്ത ശേഷമാണ് മടങ്ങിയത്. M രാജഗോപാലൻ MLA, CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, ഏരിയ സെക്രട്ടറി TK രവി, C സുരേശൻ, KP ദാമോദരൻ, കൊട്ര വാസുദേവ്, K കണ്ണൻ നായർ, SFI ജില്ലാ സെക്രട്ടറി B വൈശാഖ്, സംസ്ഥാന കമ്മിറ്റി അംഗം KP ശ്യാംചന്ദൻ, K സനൽ, KR മീര എന്നിവരും സംബന്ധിച്ചു. മീപ്പുകുരി സുർലു ശ്രീ ഗണേശ ഭജന മന്ദിരത്തിന്റെ 60ാം വാർഷികോത്സവത്തിന് ഫെബ്രുവരി 4-ന് തുടക്കമാകും. വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുർലു ശ്രീ ഗണേശ ഭജന മന്ദിരത്തിന്റെ 60ാം വാർഷിക മഹോത്സവത്തിനാണ് ഫെബ്രുവരി 4-ന് തുടക്കമാകുന്നത്. 9 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 60ാം വാർഷികോത്സവം ഇതേ വരുന്ന 4 മുതൽ 9-ാം തീയതി വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. 5-ാം തീയതി ഗണേശന്റെ നൂതന വിഗ്രഹം രേഖാചിത്രം പ്രതിഷ്ഠ ചെയ്യുകയാണ്. ഉളിയ വിഷ്ണു അസ്ര ഇവരുടെ കാർമ്മികത്വത്തിൽ വളരെ വിജൃംഭണയോടുകൂടി വിവിധ ധാർമ്മിക അതുപോലെ തന്നെ സാംസ്കാരിക കാര്യപരിപാടികളോടുകൂടി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 4-ന് കറന്തക്കാട് ശ്രീ വീരഹനുമാൻ മന്ദിരത്തിൽ നിന്നും ഭക്തിസാന്ദ്രമായ കാഴ്ച പുറപ്പെടും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ ഭക്തി പ്രഭാഷണങ്ങളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ സുരേഷ് ഭട്ടമ്പാറ, രാജൻ വൈദ്യർ, ശങ്കര വെള്ളികെ, M അശോക് റായ്, ഉമേഷ് ഷെട്ടി, സുബണ്ണ ഷെട്ടി, S വസന്ത തുടങ്ങിയവർ സംബന്ധിച്ചു. പെരഡാല ജാറം മഖാം ഉറൂസ് ഫെബ്രുവരി 5 മുതൽ 12 വരെ നടക്കും. മതപ്രസംഗ പരിപാടികളോടെ നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മംഗലാപുരം ഖാസി ത്വാഖ അഹമ്മദ് മുസല്ലിയാർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 5 മുതൽ 12 വരെ മതപ്രസംഗ പരിപാടികളോടെ തുടക്കമാകുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മംഗലാപുരം ഖാസി ത്വാഖ അഹമ്മദ് മുസ്ലിയാർ നിർവഹിക്കും. ജാറം കമ്മിറ്റി പ്രസിഡന്റ് അൻവർ ഓസോൺ അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 60 വർഷങ്ങളായി 2 വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന നാടിൻ്റെ എല്ലാ വിഭാഗം ആൾക്കാരും ജാതിമത ഭേദമന്യേ ഉറൂസിനെ വരവേറ്റുകൊണ്ട് നാടിൻ്റെ വലിയൊരു ആത്മീയ കേന്ദ്രമായിരിക്കുകയാണ് പെരഡാല ജാറം ഉറൂസ് എന്നുള്ളത്. ഈ വർഷം ഫെബ്രുവരി മറ്റന്നാൾ 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെ വളരെ വിപുലമായി നടത്തപ്പെടുകയാണ്. അതിൽ ഉദ്ഘാടന ദിവസം മുതൽ ഉള്ള പരിപാടികൾ 5-ാം തീയതി 4 മണിക്ക് പതാക ഉയർത്തലോടുകൂടി പരിപാടി ആരംഭിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ അൻവർ ഓസോൺ, അഷ്റഫ് പള്ളിക്കണ്ടം, VM സൂപ്പി, BS ഇബ്രാഹിം, മൊയ്തു പയ്യാലടുക്ക, ഹനീഫ് കൂവത്തൊട്ടി, മൊയ്തീൻകുട്ടി, മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് മുന്നിൽ മഹിളാ മോർച്ചയുടെ ധർണാ സമരം. KST എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ KSRTC കാസർഗോഡ് ഡിപ്പോക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം. പ്രതിഷേധം സംഘടിപ്പിച്ചത് KSRTC ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട്. കാസർഗോഡ് സിവിൽ സ്റ്റേഷന് മുന്നിൽ സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും കൂട്ടധർണ. തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് 2-ന് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമായാണ് ധർണ. കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ അവകാശ സംരക്ഷണ ജാഥയ്ക്ക് തുടക്കമായി. ജാഥ സംഘടിപ്പിക്കുന്നത് അംഗീകൃത വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കരുതെന്നാവശ്യപ്പെട്ട്.
കാഞ്ഞങ്ങാട് നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വ്യാപാര ഭവന മുന്നിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷ്യസാധനങ്ങൾ പിടിച്ചെടുത്തു. മൊഗ്രാൻ സ്പോർട്സ് ക്ലബ്ബ് 100ാം വാർഷികത്തിന്റെ നിറവിൽ. വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് ക്ലബ്ബ് പ്രവർത്തകർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.